ഇതാണ് നമ്മുടെ ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് വന്നിട്ട് നമ്മുടെ ട്രേസറാണ്. നമ്മൾ ഫ്രെയിമും ഡെമോയും 3 പീസിന്റെ ഡെമോ എല്ലാം സ്കാൻ ചെയ്യുന്നത് നമ്മൾ ഈ മെഷീനാണ്. ഞങ്ങൾ ട്രേസർ എന്ന് പറയും. ഇത് പ്രീ ഓട്ടോ ആറ്റിറ്റ്യൂഡ് വരുന്നൊരു കമ്പനിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ബ്ലോക്കറാണ്. നമ്മൾ ലെൻസ് ബ്ലോക്ക് ചെയ്യുന്ന മെഷീനാണ്. നമ്മൾ PD കാര്യങ്ങളൊക്കെ ഇതിലാണ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലെൻസ് ബ്ലോക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടതാണ്. ഇത് വന്നിട്ട് നമ്മുടെ എഡ്ജറാണ്. നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് എഡ്ജറാണ്. 3 പീസും എല്ലാം ഹോൾ അടിക്കും, സൂപ്പർ ഗ്ലൂ അടിക്കും. നമുക്ക് ഏത് ടൈപ്പ് ഫ്രെയിം വേണമെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാം. നമ്മളൊരു മെറ്റൽ ഫ്രെയിമിന്റെ ജോബ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രെയിം സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രെയിം എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഫ്രെയിം എടുക്കും. നമ്മൾ ഫ്രെയിം സ്കാൻ ചെയ്യുന്നതാണ്. അതിനായിട്ട് നമ്മളൊരു മെറ്റൽ ഫ്രെയിം അതിൽ വെച്ചു. എന്താ കാണിച്ചാൽ സ്ക്രീൻ കാണിച്ചാൽ ഇത് നമുക്ക് സ്കാൻ ചെയ്യുന്ന ഓപ്ഷനാണത്. സ്കാൻ ചെയ്ത് ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഫ്രെയിം നമുക്ക് ഏതാ വേണ്ടത്, മെറ്റലാണോ ഷെല്ലാണോ എന്ന് ചൂസ് ചെയ്യേണ്ട ഓപ്ഷനാണിത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റൽ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രെയിം അതിൻ്റെ ഫീലർ വന്നിട്ട് റീഡ് ആവുന്നതാണത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം വരും. അതിൻ്റെ സൈസ്, A സൈസ്, B സൈസ്, അങ്ങനെ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ബേസ്, റെക്ടാങ്കിൾ, അങ്ങനെ എല്ലാ സാധനവും നമുക്ക് വരും. അതിനുശേഷം നമ്മൾ ലെൻസ് അതിൽ ബ്ലോക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ലെൻസ് ബ്ലോക്ക് ചെയ്യുന്ന നമ്മൾ ലെൻസ് നമ്മളതിലടിച്ചുള്ള ഓർഡർ നമ്പർ വെച്ച് നമ്മളിത് സ്കാൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഡാറ്റ ഇതിലോട്ട് വന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇതിപ്പോൾ ഒരു ബൈഫോക്കൽ ലെൻസാണ്. ബൈഫോക്കൽ ലെൻസ് നമ്മൾ ബൈഫോക്കലിൻ്റെ മോഡലിട്ട് നമ്മൾ PD കാര്യങ്ങൾ കൊടുക്കുകയാണ്. PD കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് ഐ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെൻസ് എടുത്തിട്ട് ലെൻസ് അതിൽ വെക്കും. ലെൻസ് നമ്മൾ എടുത്തിട്ട് അതിൽ വെക്കുന്നു. നമ്മളത് ലെൻസ് എങ്ങനെ നമ്മൾ PD കാര്യം കുറച്ച് ക്ലോസ് ആക്കി PD കാര്യങ്ങൾ വെച്ച് അടിച്ചതിന് ശേഷം നമ്മൾ ലെൻസ് അതിൽ വെച്ച് ഇത് നമ്മൾ ലെൻസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചക്കാണിത്. അപ്പോൾ നമ്മൾ ആ ചക്ക് എടുത്തിട്ട് അതിൽ നമുക്ക് സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഒരു ബ്ലോക്കിംഗ് പേഡ് ഉണ്ടാവും. പിന്നെ ARC കോട്ടിങ്ങിലൊക്കെയാണെങ്കിൽ നമുക്ക് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി സ്ലിപ്പ് ഉണ്ടാവും. ഇത് നമുക്ക് ഹാർഡ് കോട്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇത് പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക്കാണ് ബ്ലോക്കർ. ഫുൾ ഓട്ടോമാറ്റിക് വരണമെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ ലെൻസ് ബ്ലോക്ക് ആവും. ഇത് നമ്മൾ PD കാര്യം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലെൻസ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക. നമുക്ക് അതേപോലെ ലെൻസ് ബ്ലോക്ക് ആയിട്ട് വരും. ഈ ലെൻസാണ് നമ്മൾ ഈ എഡ്ജറിനുള്ളിൽ വെക്കുന്നത്. നമ്മൾ എഡ്ജറിലോട്ട് ആ ഡാറ്റ അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളവിടെ അടിച്ച ഓർഡർ നമ്മൾ നമ്മളോട് അടിക്കണം. അപ്പോൾ നമുക്ക് ആ ഡാറ്റ